ജയിക്കുന്നതാരങ്ങേ തീയടാൻ ചിറയാടാൻ മണിക്ക് കവിരുറഞ്ഞാടാ റഷീദിന്റെ സംവിധാനത്തിൽ തിലകനും ദുൽഖർ സൽമാനും ചേർന്ന് ഭക്ഷണത്തിന്റെ മഹത്വം കാട്ടിത്തന്ന ചിത്രം. കോഴിക്കോട്ടുകാരുടെ കരീം കെ ആയി തിലകനും കൊച്ചുമകനായി ഫൈസിയായി ദുൽഖർ സൽമാൻ. അഞ്ജലി മേനോന്റെ ഒരു മനോഹരമായ ചിത്രം. വടക്കേ മലബാറിന്റെ പശ്ചാത്തലത്തിൽ കോളേജ് പ്രണയം പ്രമേയമാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് നിവിൻ പോളിയും സുഹൃത്തുക്കളും ചേർന്ന് ആസ്വദിച്ച് അഭിനയിച്ച് വിജയകരമാക്കി തീർത്ത ഒരു ചിത്രം. ടാക്സി ഡ്രൈവറായ റസൂലും സെയിൽസ് ഗേൾ ആയ അന്നയുടെയും പ്രണയകഥ. വൈപ്പിൻ ദ്വീപുകളെ കേന്ദ്രീകരിച്ച് പുതുമുഖ സംവിധായകനായ രാജീവ് കവിയുടെ ചിത്രം. റസൂലായി ഫഹദ് ഫാസിലും അന്നയായി ആൻഡ്രിയ ജെർമിയെയും അഭിനയിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മലയാള ചലച്ചിത്രം അന്നയും റസൂലും. ജെസി ഡാനിയലിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രം. പൃഥ്വിരാജ് ഡബിൾ റോളിൽ അഭിനയിച്ച ചിത്രം. സെല്ലുലോയിഡ് 2012 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയ ചിത്രം. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പിറന്ന ബാംഗ്ലൂർ ഡേയ്സ്. ഫഹദ് ഫാസിൽ, നസ്രിയ, പാർവതി, നിവിൻ പോളി, ദുൽഖർ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരന്ന ചിത്രം. ബാംഗ്ലൂരിലെത്തിയ 3 സഹോദരങ്ങളുടെ കഥ. ബ്ലോക്ക് ഓഫീസിൽ ഹിറ്റായി തീർന്ന ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ ഡേയ്സ്. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2014 റിലീസ് ചെയ്ത ഹൗ ഓൾഡ് ആർ യു. മഞ്ജു വാര്യർ തിരിച്ചു വന്ന ചിത്രമല്ലേ അത്? അതെ, നീണ്ട 15 വർഷത്തിന് ശേഷം നിരുപമ എന്ന കഥാപാത്രമായി മലയാള സിനിമയിലേക്ക് മഞ്ജു വാര്യർ തിരിച്ചു വന്ന ചിത്രം. ഹൗ ഓൾഡ് ആർ യു. 1960 കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന സ്ഥലത്ത് നടന്ന ഒരു യഥാർത്ഥ പ്രണയകഥയെ ബേസ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയ സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. മൊയ്തീൻ, കാഞ്ചനമാല എന്നിവരുടെ പ്രണയ ജീവിതത്തെ ആസ്പദമാക്കി RS വിമൽ സംവിധാനം ചെയ്ത എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രമല്ലേ? അതെ, എന്നു നിന്റെ മൊയ്തീൻ. വിവാഹം കഴിക്കാനായി കാത്തിരുന്നത് മറ്റൊരു പുരുഷനെ ഓർത്ത് 10 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാണ്. വിവാഹം